എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 5 ഉത്തരവുകളാണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാം വിശദമായിട്ട് ഓരോന്ന് നോക്കാം. അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള 5 ഉത്തരവിൻ്റെയും പ്രാഥമികമായിട്ടുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഉത്തരവിലേക്ക് വന്നാൽ, ഇപ്പോൾ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നേരത്തെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവാണ്. അതായത് സർക്കാരിൻ്റെ കാലാവധി തീരുന്നതിന് മുമ്പ് ധൃതിയിൽ ഇടയ്ക്കിടെ മന്ത്രിസഭാ യോഗങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ധനവകുപ്പിൻ്റെ ഉത്തരവുകൾ ഇങ്ങനെ പുറപ്പെടുവിച്ചിരുന്നു. പക്ഷേ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ 2-ാം തീയതി പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവാണ്. വെബ്സൈറ്റിൽ ഇപ്പോഴാണ് വന്നത്. മറ്റു മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും വന്നിട്ടില്ല. ഈ ഒരു വാർത്ത നമ്മളാണ് ആദ്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, 2026 മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അതാത് മാസങ്ങളിൽ വിതരണം നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. ഇപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള പ്രപ്പോസൽ പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ ലഭ്യമാകുന്ന മുറക്കും ക്ഷേമനിധി ബോർഡുകളുടെ കാര്യാലയത്തിൽ സേവനത്തിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കുന്നതാണ് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നത് പോലെയുള്ള ഉത്തരവല്ല. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് 3 മാസത്തേത് പ്രഖ്യാപിച്ചത് കൊണ്ടുള്ള ഒരു ഉത്തരവ്, അതായത് തുക എത്രയാണ്, തുക അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവല്ല. ഇത് അതാത് സമയങ്ങളിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് ഇപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ഉത്തരവും ഇതുപോലെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വീണ്ടും 2 ഉത്തരവ് കൂടിയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 2026 ജനുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ടുള്ള 16,746 ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ പെൻഷൻ പുനർവിതരണം ചെയ്യുന്നതിനുള്ള തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ 2,000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. അതായത് മുടങ്ങിപ്പോയിട്ട് ജനുവരി മാസത്തിൽ പെൻഷൻ ലഭിക്കാതെ പോയിട്ടുള്ള 16,000-ത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കാണ് ഇങ്ങനെ ഒരു തുക കൂടി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ചില ആളുകൾക്ക് അത് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ല എങ്കിൽ അടുത്ത പെൻഷൻ, മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തോടൊപ്പം 2,000 രൂപ അധികം അങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കും. അടുത്ത ഉത്തരവും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. 2026 ഏപ്രിൽ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ വിഷു പ്രമാണിച്ച് നേരത്തെ വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇപ്രകാരം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രോസസ്സിംഗ് പഞ്ചായത്ത് ഡയറക്ടറേറ്റിൽ ലഭ്യമാകുന്ന മുറക്കും ക്ഷേമനിധി ബോർഡുകളുടെ കാര്യത്തിൽ സേവനയിലെ കണക്കുകളുടെ അടിസ്ഥാനത്തിലും മാർച്ച് 31-ാം തീയതി മുതൽ പെൻഷൻ വിതരണത്തിനുള്ള നടപടികൾ കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് സ്വീകരിക്കേണ്ടതാണ് എന്നാണ് ഉത്തരവിൽ പറയുന്നത്. 2026 ഏപ്രിൽ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്യുന്നതിന്, വിഷു പ്രമാണിച്ചാണ് നേരത്തെ വിതരണം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള തുക കൂടി ഇപ്പോൾ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൂടി ഇതോടൊപ്പം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നേരത്തെ 3 മാസത്തേത്, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തേത് അതാത് കാലയളവിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇത് 2-ാമത്തെ ഉത്തരവിലേക്ക് വന്നാൽ, ഏപ്രിൽ മാസത്തെ തുക നേരത്തെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, ഇലക്ഷൻ, അതായത് ഏപ്രിൽ 9-ാം തീയതിയാണ് ഇലക്ഷൻ. അതിന് മുമ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഉറപ്പായും കിട്ടും എന്ന് പറഞ്ഞിരുന്നു. മെയ് മാസത്തേത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. മെയ് മാസത്തെ ഉത്തരവിൽ ഉണ്ട് എങ്കിലും, പക്ഷേ മെയ് മാസത്തിലാണോ അതോ ഏപ്രിൽ 9-ന് മുമ്പ് കിട്ടുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ മാർച്ച് മാസത്തെ പെൻഷനും മെയ് മാസത്തെ പെൻഷനും ഒരുമിച്ച് അല്ലെങ്കിൽ 2-3 ദിവസത്തെ ഇടവേളകളിൽ ലഭിക്കും. 4,000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് 2 തവണയായിട്ട് ലഭിക്കും. കയ്യിൽ എത്തുന്ന ആളുകൾക്ക് മിക്കവാറും ഒരുമിച്ചായിരിക്കും ആ 4,000 രൂപ എത്തിച്ചേരുക. ഇതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ്. മറ്റൊരു ഉത്തരവിൻ്റെ കാര്യം, വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി മാർച്ച് 31 പറഞ്ഞിരുന്നത്. ജൂൺ 30 വരെ നീട്ടിയതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് മറ്റൊന്ന്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവ്. ധനവകുപ്പ് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതി 2026 ഫെബ്രുവരി 2-ാം ഘട്ടം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ ധനസഹായം വിതരണം ചെയ്യുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ്. ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് 10-ാം തീയതിയാണ്. ഇതും നമ്മുടെ ചാനലിലാണ് ആദ്യമായിട്ട് വരുന്നത്. പത്രമാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല.
ഇത് തന്നെ നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നത് നമ്മുടെ ചാനലിലൂടെയാകും. ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാകില്ല. അപ്പോൾ ആ ഒരു ഉത്തരവും ലഭിച്ചിട്ടുണ്ട്. കാരണം വെബ്സൈറ്റിൽ ഇതിപ്പോഴാണ് എത്തിയിട്ടുള്ളത്. ഉത്തരവിലെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. 2026 ഫെബ്രുവരി 2ാം ഘട്ടം, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായം വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. വ്യവസ്ഥകൾക്ക് വിധേയമായി കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും ധനസഹായത്തിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നും ഉത്തരവിൽ പറയുന്നു. ഗവർണറുടെ ഉത്തരവ് പ്രകാരം അഡീഷണൽ ചീഫ് സെക്രട്ടറി ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആദ്യം വിതരണം ചെയ്തപ്പോൾ 10 ലക്ഷം ആളുകൾക്കാണ് ലഭിച്ചത്. ഫെബ്രുവരി മാസത്തിലാണ് അത് വിതരണം ചെയ്തത്. എന്നാൽ അതിലൊരു 2ാം ഘട്ടം കൂടിയുണ്ട്. അന്ന് ലഭിക്കാത്ത ആളുകൾക്ക്, അപേക്ഷ നൽകിയിട്ടും ലഭിക്കാത്ത ആളുകൾക്ക് 2ാം ഘട്ടമായി കൊണ്ട് വിതരണം ചെയ്യുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ലഭിച്ചിട്ടുള്ള ആളുകൾക്കും ലഭിക്കാത്ത ആളുകൾക്കുമായിരിക്കും മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ തുക ലഭിക്കുക. അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് 1000 കൂടി കൂട്ടി അങ്ങനെ മൊത്തം 4000 രൂപയാണ് മെയ് മാസം വരെ ലഭിക്കുക. ഇത് ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഏപ്രിൽ 9 മുമ്പ് 3 മാസത്തെയെങ്കിലും ലഭിക്കും. മെയ് മാസത്തേത് മാത്രമാണ് പിന്നീട് അത് താമസിച്ചു പോവുക. എന്തായാലും മെയ് മാസം പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതാണ്. അതിനു മുമ്പുള്ള വിതരണത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ മുൻകൂറായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ്. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട്, ബ്രേക്കിംഗ് ന്യൂസായിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ വീഡിയോകളായിട്ട് നമ്മൾ പിന്നെ പുറകെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയും എത്താത്ത ആളുകൾക്ക് ആ ഒരു തുക ഉടനെ എത്തിച്ചേരുന്നതാണ്. തുക ലഭിച്ചിട്ടുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.